ഹായ് എവരിവൺ, ട്രേഡിംഗ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യത്തെ 2 വീഡിയോസും നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. ആക്ച്വലി മൂവിങ് ആവറേജ് ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. എന്നാലും മാർക്കറ്റിൽ നല്ലൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് തരാനും അതുപോലെ തന്നെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ നല്ലൊരു എൻട്രി പോയിന്റ് കണ്ടെത്താനും ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് മൂവിങ് ആവറേജ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് മൂവിങ് ആവറേജസിനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൈ നെയിം ഇസ് അഖിൽ, വെൽക്കം ടു എൻട്രിഫിൻ അക്കാദമി. ഇതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബ്രോക്കേഴ്സിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിലും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ സെക്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിങ് ആവറേജ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 2 ടൈപ്പ് മൂവിങ് ആവറേജസ് ആണ് SMA ആൻഡ് EMA എന്ന് പറയുന്നത്. SMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. അതുപോലെ തന്നെ EMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. എന്തുകൊണ്ട് സിമ്പിൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത് 20 ഡേ മൂവിങ് ആവറേജ്, അതായത് 20 ദിവസത്തെ ആവറേജ് പ്രൈസിൻ്റെ ഒരു വാല്യൂ കാണിക്കുന്ന ഒരു മൂവിങ് ആവറേജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമുക്ക് സിമ്പിൾ മൂവിങ് ആവറേജ് ആകുമ്പം ആ 20 ദിവസത്തെ എല്ലാത്തിൻ്റെയും ആവറേജ് പ്രൈസ് അതിനകത്തുണ്ടാവും. പക്ഷേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആകുമ്പം അതിന് വെയിറ്റ്, അതായത് അവസാനം വന്നിട്ടുള്ള ക്യാൻഡിലുകൾക്കായിരിക്കും വെയിറ്റേജ് കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ അക്യുറസി കൂടുതലായിരിക്കും. എന്നാൽ രണ്ടുപേരും നമുക്ക് തരുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ്. എന്നാലും ഒരു പൊടിക്ക് അക്യുറസി കൂടുതൽ തരുന്നത് നമുക്ക് EMA ആണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക, എന്നിട്ട് EMA എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് വന്നു, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഉപയോഗമാണ്, നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുള്ള ഉപയോഗത്തെയാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ EMA എന്ന് ടൈപ്പ് ചെയ്യുക, അവിടെ നമുക്ക് കിട്ടും മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ എന്ന് കിട്ടും. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 മൂവിങ് ആവറേജസ് വെച്ചിട്ടാണ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. 2 മൂവിങ്, അതായത് ഇതിൻ്റെ ക്രോസ് ഓവർ. നമ്മൾ MACD പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു, MACD ലൈനും ഒരു സിഗ്നൽ ലൈനും ഉണ്ടായിരുന്നു. അപ്പോൾ MACD ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയും സിഗ്നൽ ലൈൻ താഴെയായിരിക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് മാർക്കറ്റാണെന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ MACD ബ്രേക്ക് ചെയ്ത് താഴേക്കും സിഗ്നൽ ലൈൻ മുകളിലുമാണെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിങ് ആവറേജസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് ഓവർ വരുന്ന സമയത്ത് ബുള്ളിഷ് മാർക്കറ്റും അല്ലെങ്കിൽ ഒരു ബൈ എൻട്രി, സപ്പോർട്ട്, റെസിസ്റ്റൻസ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 മൂവിങ് ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു ലൈന് പോകുന്നത് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്കൊരു വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സെറ്റിങ്സിൽ പോകണം. സോ ഈ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ 9 എന്നാണുള്ളത്. ഇവിടെ നമ്മൾ 21 എന്ന് കൊടുക്കുക. ഓക്കെ, 21 ഡേ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ 21 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിതിനെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പം എക്സാമ്പിളായിട്ടൊരു യെല്ലോ കൊടുക്കുന്നു. ഓക്കെ, യെല്ലോ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് ഞാൻ കൂട്ടുകയും ചെയ്യാം. ഒന്ന് തിക്നെസ് കൂട്ടിയിട്ടുണ്ട്. സോ ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഈ ഒരു ലൈന് പോകുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ ആ സ്ട്രാറ്റജീസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓവറോൾ ഈ മൂവിങ് ആവറേജിനെ ജസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് മൂവിങ് ആവറേജ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ്, അതായത് മൂവിങ് ആവറേജ് താഴെയും നമ്മുടെ മാർക്കറ്റ് മുകളിലും ആകുമ്പോൾ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്ത് ചെറിയ സപ്പോർട്ട് നമുക്ക് എടുക്കുന്ന കാണാം, ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കിത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫാള് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, അതായത് ഈ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തെന്ന് കരുതി നമുക്ക് ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ.
ഇത് ബ്രേക്ക് ചെയ്ത്, അതായത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകുമെന്നാണ് എക്സ്പെക്റ്റേഷൻ അല്ലേ. ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും മൂവിങ് ആവറേജിന് ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് അല്ല, ഇൻഡിക്കേറ്റേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പ് ആവും. അപ്പോൾ നമ്മുടെ സെറ്റപ്പിൽ ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി, വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ താഴോട്ട് പോയി. എഗെയിൻ മാർക്കറ്റ് ഇവിടെ കയറി സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു, ഇപ്പം ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എൻട്രി പോയിൻ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി പോയിൻ്റ് വരുന്നുണ്ടല്ലേ, അപ്പോൾ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൂവിങ് ആവറേജ് താഴെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു അപ് ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ നല്ലൊരു എൻട്രി പോയിൻ്റൊക്കെ കണ്ടെത്താനൊക്കെ മൂവിങ് ആവറേജ് കൊണ്ട് പറ്റും. അപ്പം ഈ ഒരു ഒറ്റ മൂവിങ് ആവറേജ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു മൂവിങ് ആവറേജിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 20 മൂവിങ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നത്. 20 മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ 20 ഡേ മൂവിങ്, അതായത് 20 ദിവസത്തെ, അതായത് ഇപ്പോൾ അവസാനമുള്ള ക്യാൻഡലിനെ നോക്കുകയാണ്. ഇപ്പോൾ അവസാനത്തെ ക്യാൻഡലിൻ്റെ മുന്നേയുള്ള 20 ക്യാൻഡിൽസിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് ഈ ഒരു മൂവിങ് ആവറേജ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ എന്താ പറയുക, കാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. സോ നമുക്ക് നല്ല രീതിയിൽ ട്രേഡും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മൂവിങ് ആവറേജ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, നല്ലൊരു എൻട്രി പോയിന്റ് കണ്ടെത്തുക, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു മൂവിങ് ആവറേജും കൂടി വേണമെന്ന് പറഞ്ഞു. അതിന് വീണ്ടും നമ്മൾ മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക. അവിടെ നമ്മൾ വീണ്ടും EMA എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ വീണ്ടും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജാണ് എടുക്കുന്നത്. സോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഗെയിൻ നമുക്കിതാ ഇവിടെ വീണ്ടും ഒരു ലൈൻ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ 20 മൂവിങ് ആവറേജ് ആഡ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട്. എഗെയിൻ ഒരു ലൈൻ വന്നു. സോ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് 9 EMA ആണ്, അത് ജസ്റ്റ് 10 ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കളറും ചേഞ്ച് ചെയ്യുക, തിക്നെസ് മാറ്റം വരുത്തൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ഗ്രീൻ കൊടുക്കുകയാണ്. ഒരു ഗ്രീൻ കൊടുത്തു, തിക്നെസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. സോ കുറച്ച് വിസിബിൾ ആവുന്നത് നന്നായിരിക്കും. ഓക്കെ, കുറച്ച് തിക്നെസ് കൂടുമ്പോൾ കുറച്ച് വിസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മൂവിങ് ആവറേജും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, നമ്മൾ സെറ്റപ്പിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആ ഒരു നമ്മുടെ മാക്ഡിയും ഇതും തമ്മിൽ ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെയാണ്. എൻ്റെ ഒരു പ്ലാൻ ഓക്കെയാണ്. ഇവിടെ ക്രോസ് ഓവർ നടക്കുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷ് ആകുന്നു, അല്ലെങ്കിൽ ക്രോസ് ഓവർ താഴോട്ട് നടക്കുന്ന സമയത്ത് ബെയറിഷ് ആകുന്നു എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആരെ ക്രോസ് ചെയ്യുമ്പോഴാണ് ബുള്ളിഷ് ആകുന്നത്, ആരെ ക്രോസ് ചെയ്ത് താഴോട്ട് പോകുമ്പോഴാണ് ബെയറിഷ് ആകുന്നത് എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം 10 മൂവിങ് ആവറേജ്, അപ്പം 20 മൂവിങ് ആവറേജ് എന്ന് പറയുന്ന സമയത്ത് 20 ദിവസത്തെ ആവറേജ് പ്രൈസാണെന്ന് പറഞ്ഞു. അപ്പോൾ 10 മൂവിങ് ആവറേജ് എന്ന് പറയുമ്പം 10 ദിവസത്തെ ആവറേജ് പ്രൈസാണ്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് 10 മൂവിങ് ആവറേജിനായിരിക്കും അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ്, അതായത് നമ്മൾ ഓർഡർ വൈസ് നോക്കുമ്പം ആദ്യം 10 മൂവിങ് ആവറേജ് വരണം, അതുപോലെ തന്നെ സെക്കൻഡ് ടൈം 20 മൂവിങ് ആവറേജ് വരണം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. അതായത് ഈ ഒരു 10 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് 20 മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് മുകളിലും 10 മൂവിങ് ആവറേജ് മുകളിലും 20 മൂവിങ് ആവറേജ് താഴെയുമാണെങ്കിൽ അതൊരു ബുള്ളിഷ് മാർക്കറ്റാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 10 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴെയും 20 മൂവിങ് ആവറേജ് മുകളിലുമാണെങ്കിൽ അതൊരു ബെയറിഷ് മാർക്കറ്റ് ആവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെയും പറയുന്ന പോലെ 10 മൂവിങ് ആവറേജ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ബെയറിഷ്നെസ് തന്നു, പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഓക്കെ, ഇവിടെ നമുക്ക് ക്രോസ് ചെയ്തിട്ടില്ല, അഗെയിൻ ഇവിടെയാണ് ക്രോസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫാള് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ബെയറിഷും ബുള്ളിഷും ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഏത് പോയിൻ്റ് എന്നുള്ളതല്ലേ, അവിടെയാണ് നമ്മുടെ സെറ്റപ്പ് ഇരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, സെറ്റപ്പ് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ, ഇപ്പം നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് ഐഡ് ചെയ്ത് വയ്ക്കാം. നമ്മളെങ്ങനെയാണ് ഒരു 30 മിനിറ്റ്സിലോ 50 മിനിറ്റ്സിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം,
ഇതൊരു ട്രെൻഡ് ലൈനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് ചെയ്തു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടൈമാണത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് എൻട്രി ആയിട്ട്, അപ്പം ട്രെൻഡ് ലൈനൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ബ്രേക്ക് ഔട്ട് എൻട്രി ആണ് പ്ലാൻ ചെയ്യുക, അതെ, അല്ലെങ്കിൽ സപ്പോർട്ട് എൻട്രി പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എൻട്രി പ്ലാൻ ചെയ്യും. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കോൾ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്നിരുന്നാലും അവർക്ക് കൂടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെയറിഷ് എൻട്രി എടുക്കുന്ന സമയത്ത് 10 മൂവിങ് ആവറേജ് വേണം നമ്മുടെ ഫസ്റ്റ് ഓർഡർ വൈസിൽ നമുക്ക് ഫസ്റ്റ് വരാൻ, അതുപോലെ തന്നെ സെക്കൻഡ് വരാൻ 20 മൂവിങ് ആവറേജ്, അതായത് 20യെ ക്രോസ് ചെയ്ത് 10 താഴോട്ട് ഇറങ്ങണം, 20 മുകളിലുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 5 മിനിറ്റിൽ നോക്കാം. അപ്പം എൻട്രി എപ്പോഴും എടുക്കേണ്ടത്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ 20 മൂവിങ് ആവറേജ് മുകളിലും 10 മൂവിങ് ആവറേജ് താഴെയുമായിട്ടാണ്, അതായത് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സെറ്റപ്പ് പ്രകാരം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഒരു ഷോർട്ടാണ് പ്ലാന്. അതിൻ്റെ കൂടെ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് ഇവിടെ ഒരു ബെയറിഷ് മോഡാണെന്നുള്ളത് ഇൻഡിക്കേറ്റേഴ്സും പറഞ്ഞു തരും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പറഞ്ഞു എന്താണ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രി നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഇത് കണ്ടോ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 10 മൂവിങ് ആവറേജ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട്, അതായത് ഓരോ തവണ പുൾ ബാക്ക് ചെയ്യുമ്പോഴും 10 മൂവിങ് ആവറേജിൽ റെസിസ്റ്റൻസ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഒരു എൻട്രി പോയിൻ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കി, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് എന്തായാലും നമുക്കിതാ ഇവിടെ ഒരു മേജർ സപ്പോർട്ടുണ്ട്, അതിനുശേഷം അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ കണ്ടോ നമ്മൾ 20 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്, 10 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് കണ്ടോ ബുള്ളിഷായി കയറിപ്പോയത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ സെല്ലേഴ്സ് ആക്റ്റീവാണ്, അത് മാർക്കറ്റ് മറികടക്കുന്നു എന്ന് ആ രീതിയിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു തവണ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോയി, എഗെയിൻ മാർക്കറ്റ് തിരിച്ചു പോയി, വീണ്ടും റെസിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ ഇതൊരു മേജർ റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. സോ അങ്ങനെ നോക്കുമ്പോഴും കണ്ടോ 10 മൂവിങ് ആവറേജ് മുകളിലാണ്, 20 മൂവിങ് ആവറേജ് താഴെയാണ്. ഇത് ക്രോസ് ചെയ്ത് ഇതൊരു ബുള്ളി സെൻറ്റിമെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് എപ്പോഴാണോ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അക്യുറസി, അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്, എന്നാൽ പോലും നമുക്കെന്താണ് നല്ലൊരു റിസൾട്ട് തരുന്നൊരു ഇൻഡിക്കേറ്ററാണ്. നമുക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. മറ്റൊരു സ്റ്റോക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഹീറോ മോട്ടോ കോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ഹവറിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു അനലൈസ് ചെയ്ത് വെച്ചാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എഗെയിൻ ഇവിടെ ടെസ്റ്റ് ചെയ്തു, എഗെയിൻ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കണമായിരുന്നു, പക്ഷേ റെസിസ്റ്റൻസ് എടുക്കുന്നതിന് പകരം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി ആയിരിക്കും എന്തായാലും പ്ലാൻ ചെയ്യുക, ട്രേഡേഴ്സ് പ്ലാൻ ചെയ്യുക. അവിടെ നമ്മൾ 5 മിനിറ്റിൽ നോക്കുകയാണ്. 5 മിനിറ്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, ഇതൊരു ബുള്ളിഷാണ്. ഓക്കെ, ഇതൊരു ബുള്ളി സെൻറ്റിമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് താഴെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് എന്താണ് ഒരു കൺസോൾട്ടേഷനിലേക്ക് ബെയറിഷാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിലായിരിക്കും നമ്മളെ ആ ഒരു പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ വീണ്ടും മുകളിലോട്ട് പോകുന്ന ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എപ്പോഴാണ് ഇവിടെ ക്രോസ് ചെയ്യുക, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇതിന് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അടുത്തൊരു ഷോർട്ട് എൻട്രി ഉണ്ട്. സോ
അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു 30 മിനിറ്റ്സിലോ ഒരു 50 മിനിറ്റ്സിലോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ഡബിൾ ടോപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഡബിൾ ടോപ്പ്, അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ഷോർട്ട് എൻട്രി ആയിരിക്കും പ്ലാൻ ചെയ്യുക. സോ 5 മിനിറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഇതൊരു ബെയറിഷ് മോഡാണ്. അതായത് 10 മൂവിങ് ആവറേജ്, അതായത് 20യെ ക്രോസ് ചെയ്ത് 10 മൂവിങ് ആവറേജ് താഴെയും 20 മൂവിങ് ആവറേജ് മുകളിലുമാണുള്ളത്. നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, ബെയറിഷ് മോഡാണ്. അതുപോലെ തന്നെ ഈ ഒരു 10 മൂവിങ് ആവറേജ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പിന്നീട് ആക്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴാണത് ക്രോസ് ചെയ്യുന്നത് നമുക്കവിടെ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൂവിങ് ആവറേജസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾ തരുന്നത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഏത് സ്റ്റോക്കിൽ ഏത് ഇൻഡെക്സിൽ വേണമെങ്കിലും നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മൂവിങ് ആവറേജും 20 മൂവിങ് ആവറേജും ക്രോസ് ഓവർ നടക്കുന്ന സമയത്ത് 10 മൂവിങ് ആവറേജ് മുകളിലും 20 താഴെയാണെങ്കിൽ അതൊരു ബുള്ളിഷ് മാർക്കറ്റാണെന്നും, 10 ക്രോസ് ചെയ്ത് 20 മുകളിലും 10 താഴെയുമാണെങ്കിൽ അതൊരു ബെയറിഷ് മാർക്കറ്റാണെന്നും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ടാർഗറ്റ് അല്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുകൊണ്ട് സാധിക്കുന്നതായിരിക്കും. നമുക്കിനി വേണമെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വീണ്ടും നോക്കാം. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇവിടെ കണ്ടോ, മാർക്കറ്റ് ഒരുപാട് തവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ ഒരുപാട് തവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഫാൾ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. അവിടെ നമ്മൾ 5 മിനിറ്റിൽ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ്, ഇതൊരു ബെയറിഷ് മോഡാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. 10 മൂവിങ് ആവറേജ് നമുക്ക് ക്രോസ് ചെയ്ത് 10 മൂവിങ് ആവറേജും അതിനുശേഷം മുകളിൽ 20 മൂവിങ് ആവറേജാണ് ഒരു ബെയറിഷ് മോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. 10 ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 10നെയും 20യെയും ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ട്രേഡിങ്ങിലെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് സാധിക്കുമെന്നുള്ളതാണ്. കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡിൽ ഇരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഈ മൂവിങ് ആവറേജ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ അത്തരം ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. മൈൻഡ് കുറച്ചും കൂടെ കൂളാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളാണ് ഈ ഒരു മൂവിങ് ആവറേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് SMA, എന്താണ് EMA വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ സീരീസ് ഞാൻ ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗം മാത്രം എടുത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ സീരീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.